ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഇഫ്താർ സമയത്തേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കിയിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സവാളയുടെ അളവിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇനി ഒരു 2 ക്യാരറ്റ് അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാബേജും കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്താൽ മതി. ഇനി ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ, അതുപോലെ കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. കറിവേപ്പില, മല്ലിയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. പച്ചമുളക്, മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. നന്നായിട്ട് എരിവ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ മുളകൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. ഞാൻ ഈ ഒരു അളവിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിലാണ് വെജിറ്റബിൾസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 കോഴിമുട്ട ചേർക്കുക. ഇനി നമ്മൾ ഒരേ അളവ് തന്നെ കടലപ്പൊടിയും അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 തവി കടലപ്പൊടി, 2 തവി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അത് കൈവച്ചിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു നനവും കോഴിമുട്ടയുടെ ആ ഒരു നനവും കൊണ്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റും. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉരുട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇഫ്താർ സമയത്തേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. മസാല വഴറ്റി അങ്ങനത്തെ പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ ചൂടായിട്ടുള്ള ഓയിലിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ്. ഓയിലോ വെളിച്ചെണ്ണ നിങ്ങൾ ഏതാണ് ഫ്രൈ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഒന്ന് റെഡിയാകുന്ന സമയത്ത് നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗം നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക. സാധാരണ നമ്മൾ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. അപ്പോൾ മുട്ട ചേർത്ത കാരണം തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഇത് പേടിക്കൊന്നും വേണ്ട, ഉൾഭാഗം നല്ല പോലെ തന്നെ ആയി കിട്ടും. അപ്പോൾ 2 ഭാഗവും തിരിച്ചിട്ടിട്ട് മൊരിയുന്ന സമയത്ത് നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ സ്നാക്കും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.